€15 നാട്ടിൽ ഏകദേശം 1500 നമുക്ക് സ്ലോവാക്യയിൽ എന്തൊക്കെ കിട്ടും നോക്കിയാലോ. നമ്മൾ ഇന്ന് ട്രെഞ്ചിനിലെ കൗഫ്ലാൻഡിലേക്കാണ് നേരെ വന്നേക്കണം. ആദ്യം തന്നെ നമ്മൾ ഒരു സവാളയാണ് എടുത്തത്. സവാള ഇപ്പോൾ 1.19 റേറ്റ് കുറച്ച് കൂടുതലാണ്. പിന്നെ നേരെ ക്യാരറ്റ് സലാഡിനും പിന്നെ നമുക്ക് ചെറിയ കറിക്ക് ആവശ്യത്തിനൊക്കെ ആയിട്ട് നമുക്ക് ക്യാരറ്റ് എടുത്ത്. ക്യാരറ്റ് ഇന്നിപ്പോൾ ഓഫറിലാണ് ഉണ്ടാക്കി കിടക്കണം. 85 സെൻറ്റേ കാണിക്കുന്നുള്ളൊരു കിലോത്തിന്. പിന്നെ നമ്മളൊരു പാക്കറ്റ് കടല എടുത്ത്. നമ്മുടെ നാട്ടിലെ കടല മറ്റേ വെള്ളക്കടലാണ് ഇവിടെ കിട്ടുന്നത്. മറ്റേ കടല കിട്ടണമെങ്കിൽ ഇന്ത്യൻ സ്റ്റോറിൽ തന്നെ പോകണം. പിന്നെ ഇത് ഗോതമ്പൊടിയാണോ മൈദപ്പൊടിയാണോ എനിക്കറിയില്ല. ഞങ്ങൾ ചപ്പാത്തിക്കും പൊറോട്ടൊക്കെ ഈ സാധനമാണ് മേടിക്കാറ്. ഇപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാനിത് മേടിച്ചില്ല. നിങ്ങൾക്ക് വേറെ നല്ല ഏതെങ്കിലും പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാട്ടോ. ഇതിന് ഏകദേശം 1.79 വന്നത്. പിന്നെ നമ്മൾ അരി മേടിക്കണത് ഈ കാണുന്ന പാക്കറ്റാണ്. ഇത് നമുക്ക് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ്. ഇതാണ് ഞാൻ മേടിക്കാറ്. ഇനി ഇതിനും വേറെ നല്ല ഏതെങ്കിലും അരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പിന്നെ ബിരിയാണിക്കാണെന്നുണ്ടെങ്കിൽ ഈ ബസ്മതി അരിയാണ് ഞങ്ങൾ മേടിക്കണം. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ബ്രെഡ് മേടിക്കാമെന്ന് വിചാരിച്ച് ബ്രെഡിൻ്റെ സെക്ഷനിലോട്ട് പോയെങ്കിൽ ഞങ്ങൾ ടൊട്ടലിയാണ് മേടിച്ചത്. റോൾ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച്. ബ്രെഡ് പോയി നമ്മൾ കഴിക്കണല്ലേ, അതുകൊണ്ട് ഒരു പാക്കറ്റ് ടൊട്ടലിൽ എടുത്ത് ട്രോളിലിട്ട്. അത് കഴിഞ്ഞ് നേരെ പോയത് ഫ്രോസൺ ഐറ്റംസിൻ്റെ സൈഡിലോട്ടാണ്. എങ്ങാനും ബിരിയാണി വെച്ചാലോ എന്ന് ഓർത്തിട്ട് 2 പാക്കറ്റ് തൈര് കൊടുത്ത് ട്രോളിലിട്ട്. പിന്നെ നമുക്ക് സോസേജ് ഒരെണ്ണം മേടിക്കണം. ഈ റോൾ ഉണ്ടാക്കാനായിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ സോസേജ് മേടിക്കാറ്. നമ്മൾ ഈ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സോസേജ് നോക്കി അങ്ങ് എടുത്ത്. നമ്മളിപ്പോൾ മേടിക്കാറുള്ള സോസേജിനാണ്, അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് റോൾ ഉണ്ടാക്കാനായിട്ടൊക്കെ ഈ സോസേജ് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. പിന്നെ നേരെ നമ്മൾ ചിക്കൻ നോക്കാൻ പോയി. ഫുൾ ചിക്കനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഓഫറൊന്നും കാണിക്കണില്ല. ഫുൾ ചിക്കൻ മാത്രമല്ല, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസും ഡ്രം സ്റ്റിക്ക് ലെഗ് പീസ് അങ്ങനെ ചിക്കൻ്റെ ഓരോരോ പാർട്സായിട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മളെപ്പോലെ കട്ട് ചെയ്യാൻ മടിയായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് മേടിക്കാവുന്നുള്ളൂ. പക്ഷേ കമ്പാരിറ്റീവ്ലി ഫുൾ ചിക്കൻ മേടിക്കുന്നതാണ് കുറച്ചും കൂടി ലാഭം. ബാക്കിയുള്ളത് നമുക്ക് റേറ്റ് കുറവായിരിക്കെങ്കിലും ഒരു 1 kg റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ചിക്കനാണ് ലാഭം. ചിക്കൻ മാത്രമല്ല, നല്ല തണുത്ത് മരവിച്ച് പെടക്കാത്ത മീൻ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം മക്രൽ എന്ന് എഴുതിയേക്കണം. മക്രൽ എന്ന് പറഞ്ഞാൽ അയിലയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇത് വേറെ ഏതെങ്കിലും മീനാണ്. കണ്ടിട്ട് അയിലയുടെ ലുക്കൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറട്ടാ. പിന്നെ നമ്മൾ വിട്ടുപോയ സാധനം മേടിക്കാൻ പോയി. ഏത്തപ്പഴം പൊല്ലിക്കുന്നതിന് ഏതോ ഒരു പഴം. അത് നമ്മൾ പുട്ടിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടി മേടിച്ചാണ്. പക്ഷെ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മധുരമുള്ള പഴമാണ്. അങ്ങനെ അതും മേടിച്ച് ഒരു കഷ്ണം ഇഞ്ചിയും പിറക്കിയെടുത്ത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തീർന്നിരിക്കണേ. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് നേരെ കൗണ്ടറിലോട്ട് പോയി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മൊത്തത്തിൽ മേടിച്ചേക്കണം. എല്ലാം കൂടി നമുക്ക് €14.65. ഏകദേശം 1410. ഓക്കെ ബൈ.